ഹായ് ഹലോ വെൽക്കം ടു എ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈസി ആയിട്ടുള്ള തേങ്ങാച്ചോറും ചിക്കൻ കറിയായിട്ടാണ്. ഈ ചോറ് പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറ. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം തേങ്ങാച്ചോറ് ഉണ്ടാക്കാം. ഞാൻ എടുത്തേക്കുന്നത് വെള്ളയരിയ, കുത്തരിയും എടുക്കാം. ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരി എടുത്തേക്കുന്നത്. പിന്നെ ഇത് ഒരു അരമുറി തേങ്ങ, നല്ലൊരു വലിയ അരമുറി തേങ്ങ അരച്ചത്, അതിൻ്റെ കൂട്ടത്തിൽ പെരിഞ്ചീരകവും ഇട്ട് അരച്ചതാണ്. അപ്പം നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളത്തിൻ്റെ കണക്കാണ്. അപ്പം ഞാനിതിൽ 3 ഗ്ലാസ് തേങ്ങ അരച്ചത് കൊണ്ടായിരുന്നു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി, മാക്സിമം ഒരു വലിയ സൈസ് ഉള്ളി അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളി, പിന്നെ പട്ട, ഏലയ്ക്ക, പിന്നെ 2 പച്ചമുളക് നെടുകെ കീറിയത്, കറിവേപ്പില, രമ്പേല. ഇനി നമുക്ക് ചോറ് വെക്കാം. അടുപ്പ് കത്തിച്ചു. നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. രമ്പേലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അത് നല്ല ഒന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്ക് ഏലയ്ക്ക, പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വെല്ലുള്ളി അരിഞ്ഞു, ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു. നല്ലപോലെ നല്ലൊന്ന് വഴട്ടെ. തക്കാളി ഇടുന്നു. ഉള്ളി നല്ലപോലെ മൂക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. നമ്മളിപ്പോൾ തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. തക്കാളി ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച് ആ പാല്, തേങ്ങാപ്പാലും ആ വെള്ളത്തിൻ്റെയും 3 ഗ്ലാസ് തേങ്ങയും പെരിഞ്ചീരകം അരച്ച ആ വെള്ളവും, പിന്നെ 3 ഗ്ലാസ് വെള്ളവും കൂടെ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലപോലെ തിളക്കട്ടെ. അപ്പോൾ ആ സമയം നമ്മൾ കുറച്ച് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ നമ്മൾ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ നമ്മൾ മുളക് പൊടി, ആ കളർ കിട്ടാൻ വേണ്ടി. നല്ലപോലെ ഈ പാലിൻ്റെ കൂട്ടൊന്ന് നല്ലപോലെ തിളക്കട്ടെ. ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ ഒന്ന് വരട്ടെ. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അരിയിടാം. തേങ്ങാപ്പാലിലും ഈ ചോറ് വയ്ക്കാം. നമ്മൾ തേങ്ങ അരച്ചാണ് വെച്ചേക്കുന്നത്. അത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. തേങ്ങ അരച്ച് പെട്ടെന്ന് വയ്ക്കാം. തേങ്ങാപ്പാലിലും നമുക്ക് എടുക്കാം. രണ്ടും ഒരേപോലെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി അരിയിടാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയാൽ മതി. നല്ലപോലെ അത് വേവട്ടെ. പിന്നെ അടച്ച് വെക്കാം. ഇനി നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി വെക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമുക്ക് കറിവേപ്പിലയും രമ്പേലയും ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി അരിഞ്ഞതാണ്. കുഞ്ഞുള്ളി അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കൈപ്പിടി അളവ് കുഞ്ഞുള്ളി എടുത്തേക്കുന്നത്. ഇത് കുഞ്ഞതായിട്ട് അരിഞ്ഞത്. കുഞ്ഞുള്ളി ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും ഇറച്ചിക്കറിക്ക്. നമുക്കതിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പം നല്ലപോലെ പെട്ടെന്ന് അത് ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. ഉള്ളി ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു നല്ലൊരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത് നമുക്കിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ സമയം നമ്മുടെ ചോറ് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. തിളക്കട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കാം. ഉള്ളി വഴണ്ടി വരുന്നുണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ എല്ലാം കൂടെ കിടന്നൊന്ന് വഴറ്റ എണ്ണയിൽ. ഉള്ളി നല്ലപോലെ വഴറ്റിട്ടുണ്ട്. നമുക്കിനി തക്കാളി ഇടാം. ഒരു വലിയ തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. തക്കാളി കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുത്തിട്ട് പിന്നെ ബാക്കി നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം.
ആ സമയം തന്നെ നമ്മൾ ചോറും ശ്രദ്ധിക്കണം. ചോറ് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. നമുക്ക് 1 സ്പൂൺ ഗരം മസാല പൊടി, ഇറച്ചി മസാല വീട്ടിൽ പൊടിച്ച ഗരം മസാല പൊടി, പെരിഞ്ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ടുകൊണ്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. കഴുകി വാരി വെച്ചിട്ടുള്ള ചിക്കനുണ്ട്, നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൽ ഈ ചിക്കൻ നമ്മൾ ഈ മസാലയിലൊക്കെ കിടന്ന് നല്ലപോലെ ഒന്ന് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കുറച്ച് നേരം. ഈ മസാലയിലും എണ്ണയിലൊക്കെ കിടന്ന് നല്ലപോലെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നല്ലപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. ഈ എണ്ണയിലും ഈ ഉള്ളിയിലും അതൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ലപോലെ വെന്ത് നല്ല ടേസ്റ്റായിരിക്കും കറിക്ക്. നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ആദ്യമൊന്ന് ഈ മസാല ഒന്ന് പിടിക്കട്ടെ ഒന്ന്. പിന്നെ 1-2 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചിരുന്നു. ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞൊരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇറച്ചിക്കാൻ കുറച്ച് എരിവൊക്കെ വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ആയിരിക്കത്തുള്ളൂ. മസാലയൊക്കെ ഇട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 1 മിനിറ്റ് ഇങ്ങനെ ഇതിൽ തന്നെ ഈ ആവിയിൽ തന്നെ ഇരുന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചോറ് ആ സമയം കൊണ്ട് തിളച്ച് വരുന്നുണ്ട്. നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, നല്ല അടി പിടിക്കും. നമ്മുടെ ചിക്കനും നല്ല ആവിയിൽ ഇതാവട്ടെ. ചിക്കൻ നല്ലപോലെ ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ മസാലയൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുമ്പം ഈ മുളക് പൊടിയൊക്കെ നമ്മളെ ചിക്കൻ നല്ലപോലെ പിടിക്കും. നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കിനി കുക്കർ അടച്ച് 2 വിസിൽ കൊടുക്കാം. 2 വിസിലിൽ നല്ലപോലെ ചിക്കൻ കറി വെന്തിരിക്കും. നമുക്കിനിയിപ്പം കുക്കർ അടച്ച് നമുക്ക് വിസിലിടാം. ഉപ്പും മുളകും എല്ലാം നല്ല പാകത്തിനുണ്ട്. നമുക്കിനി അടച്ച് വെച്ച് വിസിലിട്ട് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി 2ാമത്തെ വിസിലും കൂടി അടിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ ചോറിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ചോറ് ഇനിയും കുറച്ചുകൂടെ വേവാനുണ്ട്. നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ വെള്ളമൊക്കെ വറ്റി ചോറ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആവിയിലിരുന്ന് ഒന്നുകൂടെ നല്ലപോലെ വെന്തോളും. നല്ല രുചിയുള്ള തേങ്ങാച്ചോറും കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ എല്ലാം നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കറി നോക്കാം. കറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം.